അത് കഴിഞ്ഞുള്ള 2 ആഴ്ച എല്ലാവരും അത്യാവശ്യം നല്ല തിരക്കിലായിരുന്നു. തറവാട്ടിൽ തറവാട്ടിലേക്കാണ് ബന്ധുക്കളെല്ലാവരും വിവാഹത്തിൽ പങ്കെടുക്കുവാനായി വരുന്നത്. അതുകൊണ്ട് ദക്ഷയും അമ്മയും ഒക്കെ തിരക്ക് തന്നെ. സഹായത്തിനായി 2-3 സ്ത്രീകളുണ്ടെങ്കിലും എല്ലാം നോക്കി നടത്തുന്നത് ലക്ഷ്മിയായിരുന്നു. ഇടയ്ക്ക് ഡ്രസ്സ് വാങ്ങുവാനും മറ്റും അവരെല്ലാവരും കൂടി പുറത്തേക്ക് പോയി. ദക്ഷയ്ക്കുള്ളത് നമ്മൾ ഒരുമിച്ച് പോയി വാങ്ങാമെന്ന് രുദ്രൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലക്ഷ്മി അമ്മയ്ക്കും പത്മാവതി അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും രാധ വല്യമ്മയ്ക്കും എന്ന് വേണ്ട, കുടുംബത്തിലെ വേണ്ടപ്പെട്ട എല്ലാവർക്കും സാരികളൊക്കെ വാങ്ങുവാനായി അവർ പോയി. പല മനോഹരമായ നിറങ്ങളിലുള്ള കാഞ്ചീപുരം പട്ടുസാരികളാണ് എല്ലാവർക്കുമായി വാങ്ങിക്കൂട്ടിയത്. കല്യാണപ്പെണ്ണിനും ചെക്കനുമൊക്കെ നേരത്തെ തന്നെ എല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മണിക്കുട്ടിയും ദക്ഷയും തമ്മിൽ നല്ല ചങ്ങാത്തത്തിലാണ്. ചെറിയമ്മയും ചെറിയച്ഛനെയും പോലെ അവരുടെയൊക്കെ അതേ സ്വഭാവമുള്ള ഒരു പാവം പെൺകുട്ടിയാണ് മണിക്കുട്ടി. എല്ലാ കാര്യങ്ങൾക്കും അവൾ ദക്ഷയോട് കൂടി അഭിപ്രായം ചോദിക്കുമായിരുന്നു. ഫോൺ റിങ് ചെയ്തതും ദക്ഷ അതെടുത്തു നോക്കി. രുദ്രനായിരുന്നു. ഹലോ രുദ്രേട്ടാ, 2 മണിയാവുമ്പോൾ താൻ റെഡിയായി നിൽക്ക്. തനിക്ക് സാരി വാങ്ങാൻ പോകാം. ഞാനിവിടെ നിന്ന് ഇറങ്ങി. ശരി, ഞാൻ റെഡിയാവാം. അവൾ കോൾ കട്ട് ചെയ്തു. അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ രുദ്രൻ എത്തി. ഇരുവരും ചേർന്ന് ടൗണിലെ ഒരു പ്രധാനപ്പെട്ട ഷോപ്പിലേക്ക് പോയി. ദക്ഷയ്ക്ക് ഏറ്റവും മുന്തിയ ഇനം കാഞ്ചീപുരം പട്ടുസാരിയാണ് രുദ്രൻ വാങ്ങിക്കൊടുത്തത്. കൂടാതെ 4-5 വേറെ സാരികളും സൽവാറും സെറ്റുമുണ്ടും ഒക്കെ വാങ്ങിക്കൂട്ടി. ദക്ഷ ആകുന്നത്ര എതിർത്തെങ്കിലും അവനതൊന്നും കാര്യമാക്കി എടുത്തില്ല. ഇതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോഴില്ല, തൽക്കാലം ഒരു സാരി മതി. സെറ്റുമുണ്ടാണെങ്കിൽ ഓണത്തിന് രുദ്രൻ വാങ്ങിക്കൊടുത്തതുണ്ടെന്നൊക്കെ അവൾ പരമാവധി പറഞ്ഞ് അവനെ പിന്തിരിപ്പിക്കാൻ നോക്കി. എന്നാൽ തൻ്റെ പെണ്ണിന് എന്താണോ വാങ്ങാനായി രുദ്രൻ ആഗ്രഹിച്ചു വന്നത് അതൊക്കെ തന്നെ അവൾക്ക് വാങ്ങിക്കൊടുത്ത ശേഷമാണ് അവന് സമാധാനമായത്. രുദ്രൻ കുർത്തിയായിരുന്നു വിവാഹത്തിനെടുത്തത്. നേവി ബ്ലൂ നിറമുള്ള കാഞ്ചീപുരം പട്ടുസാരി, അതിൽ കോപ്പർ ഡിസൈനും വരുന്നതാണ് ദക്ഷയ്ക്ക് വിവാഹത്തിനായി ഉടുക്കുവാൻ രുദ്രൻ സെലക്ട് ചെയ്തത്. അതേ നിറമുള്ള ഒരു കുർത്ത തന്നെ അവന് ലഭിക്കുകയും ചെയ്തു. രുദ്രൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കളർ നേവി ബ്ലൂ ആണെന്ന് ദക്ഷ ഓർത്തു. അവൾക്കെടുത്ത ഡ്രസ്സിനോട് മാച്ച് ചെയ്യുന്നതാണ് രുദ്രൻ എടുത്തതും. അവർക്കൊക്കെ എടുത്തു. കൂടെ തന്നെ രുദ്രൻ ദക്ഷയുടെ വീട്ടിലേക്കും ഡ്രസ്സ് എടുത്തിരുന്നു. അവളുടെ അമ്മയ്ക്ക് ഒരു പട്ടുസാരിയും അച്ഛൻ്റെ ഷർട്ടും മുണ്ടും കൂടി രുദ്രൻ വാങ്ങിച്ചു. ലക്ഷ്മി അമ്മയ്ക്കും പത്മാവതി അമ്മയ്ക്കും കൂടി എടുത്തു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇരുവരും ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നന്നായി ലേറ്റായി. രുദ്രൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ജ്വല്ലറിയിലേക്ക് പോയിട്ട് ദക്ഷയ്ക്ക് സാരിക്ക് മാച്ചാവുന്ന ട്രഡീഷണൽ മാലയും കമ്മലും കൂടി അവൻ വാങ്ങിക്കൊടുത്തു. കല്യാണപ്പെണ്ണിന് ഗിഫ്റ്റായിട്ട് ഒരു വളയാണ് വാങ്ങിയത്. അതും കഴിഞ്ഞ് പിന്നീട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് രുദ്രൻ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വണ്ടി തിരിച്ചു. ഒരുപാട് സന്തോഷത്തോടെയാണ് ദക്ഷ രുദ്രനോടൊപ്പമുള്ള ഓരോ നിമിഷവും പങ്കിട്ടത്. അവനോട് ചേർന്ന് നടക്കുമ്പോൾ അവളുടെ ഹൃദയത്തിൽ ഓരോ നിമിഷവും രുദ്രനോടുള്ള പ്രണയം വർദ്ധിക്കുകയായിരുന്നു. മക്കൾ 2 പേരും ഒരുമിച്ചിങ്ങനെ വരുന്നത് കണ്ടപ്പോൾ തന്നെ ലക്ഷ്മിക്കും അതിനേക്കാൾ ഏറെ സന്തോഷം. ആകെ കൂടി രുദ്രൻ്റെ ഒരേയൊരു സങ്കടമെന്ന് പറയുന്നത് ഇതുവരെയായിട്ടും തൻ്റെ പെണ്ണിനെ അവനൊന്ന് അടുത്തറിഞ്ഞില്ല എന്നതാണ്. അതേപ്പറ്റി അവൻ പറഞ്ഞപ്പോൾ ദക്ഷയ്ക്ക് അതിശയം. ഇതെന്താണ് ഏട്ടൻ ഇങ്ങനെ പറയുന്നതെന്ന് ദക്ഷ ചോദിച്ചു. അപ്പോഴാണ് അവൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് ദക്ഷയ്ക്ക് പിടികിട്ടിയത്. ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് അവൾ പതുങ്ങിക്കൂടി. അങ്ങനെ വിവാഹ ദിവസം വന്നെത്തി. ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങുവാനായി ദക്ഷയെ സുനിത ചെറിയമ്മ നിർബന്ധിച്ചതാണ്. എന്നാൽ അവൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി സ്വന്തമായിട്ട് തന്നെയാണ് ഒരുങ്ങിയത്. രുദ്രൻ കുർത്തയും മുണ്ടുമൊക്കെ ധരിച്ച് അതിസുന്ദരനായി ഇറങ്ങി വന്നപ്പോൾ ദക്ഷ മുല്ലപ്പൂ ചൂടി പിന്തിരിഞ്ഞു നിൽക്കുകയാണ്. അവൻ വന്നിട്ട് അവളെ പിന്നിൽ നിന്നും ഇറുക്കി പുണർന്നതും ദക്ഷയെ വിറച്ചു പോയിരുന്നു. എന്തായിട്ടാ ഇത്? പേടിച്ചു പോയല്ലോ. അവൾ ശ്വാസം എടുത്തു വലിച്ച് രുദ്രനെ നോക്കി. തിരിഞ്ഞ് തൻ്റെ മുൻപിലേക്ക് വന്ന പെണ്ണിനെ കണ്ടതും അവൻ്റെ മിഴികൾ വിടർന്നു. അവളുടെ കരിമഷ പടർത്തിയ വിടർന്ന മിഴികളും നെറുകയിലെ സിന്ദൂരവും നെറ്റിത്തടത്തിലെ ഒരു കുഞ്ഞിപ്പൊട്ടും മുടിയിലെ മുല്ലപ്പൂവും അതുമാത്രമാണ് ആകെയുള്ള അലങ്കാരം. എന്നാൽ അവൾ അതിമനോഹരിയായിരുന്നു. രുദ്രന് തൻ്റെ പെണ്ണിനെ കണ്ടിട്ടും
മതിയാവാത്തതുപോലെ. ദക്ഷയ്ക്കാണെങ്കിൽ നാണം വന്നു. അവൻ്റെ കരവലയത്തിൽ നിന്നും അകന്നു മാറുവാൻ ദക്ഷ ആവുന്നത്ര ശ്രമിച്ചു. എന്നാൽ രുദ്രൻ അവളെ ഇത്തിരി കൂടി തന്നിലേക്ക് അമർത്തി പിടിച്ചിരിക്കുകയാണ്. എൻ്റെ രുദ്രേട്ടാ, ആരെങ്കിലും കയറി വരൂട്ടോ, ഒന്ന് മാറൂന്നേ. അവൻ്റെ നെഞ്ചിലേക്ക് ചെറുതായി ഇടിച്ചുകൊണ്ട് അവൾ വാതിക്കലേക്ക് പാളി നോക്കുന്നുണ്ട്. ഡോർ ലോക്കാണ്, അതുകൊണ്ട് പേടിക്കണ്ട പറയുകയും അവൻ അവളുടെ അതരം നുകർന്നു കഴിഞ്ഞിരുന്നു. ഓർക്കാപ്പുറത്തുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ദക്ഷയ്ക്ക് എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാ. അവളാണെങ്കിൽ അവനെ അടർത്തി മാറ്റാൻ ആവുന്നത്ര നോക്കിയെങ്കിലും ആ ശ്രമമെല്ലാം വിഫലമായി. ഇരുദളങ്ങളും മാറി മാറി നുകരുന്നതിനൊപ്പം അവനവളെ കൂടുതൽ അമർത്തി. സർവശക്തിയും ഉപയോഗിച്ച് ദക്ഷ അവനെ തള്ളി മാറ്റി. എന്ത് പരിപാടിയെ കാണിച്ചേ! നോക്കിക്കേ, എൻ്റെ സാരിയൊക്കെ ചൊളിഞ്ഞു. ഞാനിനി എങ്ങോട്ടും വരുന്നില്ല. രുദ്രേട്ടൻ പൊയ്ക്കോ കല്യാണത്തിന്. പിണങ്ങിക്കൊണ്ടവൾ കിടക്കയിലേക്ക് പോയിരുന്നു. അത് കണ്ടതും അവന് ചിരി വന്നു. എനിക്ക് യാതൊരു നിർബന്ധവുമില്ല, നീ ഇതൊക്കെ അഴിച്ചു കളയേ. നമുക്കിന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അങ്ങ് ആഘോഷിച്ച് കളയാം. വിവാഹം കഴിഞ്ഞിട്ട് 6-7 മാസമായി. ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യം പറഞ്ഞ് നിൽക്കാൻ നാണമില്ലേ നിങ്ങൾക്ക്? അവൾക്ക് പിന്നെയും ദേഷ്യം. എടി, നമ്മുടെ സർക്കംസ്റ്റൻസസ് അങ്ങനെ ആയിപ്പോയില്ലേ, അല്ലാണ്ട് മനഃപൂർവ്വം അല്ലല്ലോ. അതുകൊണ്ട് ഇപ്പം തൽക്കാലം മോനങ്ങ് പോയാൽ മതി. ചെന്ന് കല്യാണമൊക്കെ കൂടിയിട്ട് വന്നോളൂ, ഞാനിവിടെ ഇരുന്നോളാം. രുദ്രൻ വന്നിട്ട് കുറച്ച് പൗഡർ എടുത്ത് ദക്ഷയുടെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കാൻ തുടങ്ങി. ഞാൻ മേക്കപ്പ് ചെയ്തു തരാം, ഞാനും ഒരു ബ്യൂട്ടീഷ്യനാണ്. ഓ, ഈ ഏട്ടനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ദക്ഷ എഴുന്നേറ്റ് വീണ്ടും കണ്ണാടിയുടെ മുൻപിൽ ചെന്നു. കീഴ്ച്ചുണ്ട് താഴേക്ക് മലർത്തി അവൾ കണ്ണാടിയിലേക്ക് നോക്കിയതും രുദ്രൻ അവളുടെ ചുണ്ടിൽ ഒന്ന് വിരലമർത്തി. മുറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, പിന്നെന്താ? എല്ലാത്തിനും ഒരു സമയമുണ്ട്. രുദ്രേട്ടന് യാതൊരു ബോധവുമില്ലല്ലേ? അവൾ തലമുടിയൊക്കെ അഴിച്ചു വീണ്ടും പിന്നി മെടഞ്ഞ് മുല്ലപ്പൂ വെച്ചു. ഉറപ്പായിട്ടും ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാണ്. ദക്ഷ വിശ്വനാഥൻ തേവർമഠത്തിലെ രുദ്രനാരായണൻ്റെ സ്വന്തമാകാൻ പോന്ന അസുലഭ നിമിഷം. അതിനായി ഞാൻ കാത്തിരിക്കുവാണ് പെണ്ണെ. ആകെ മൊത്തം മൂടിലാണല്ലോ. അവൾ രുദ്രനെ അടിമുടി ഒന്ന് നോക്കി. സത്യം ഒട്ടും പറ്റുന്നില്ല. എൻ്റെ പെണ്ണെ, നീ ദൈവത്തെ ഓർത്ത് ഇറങ്ങിപ്പോകാൻ നോക്ക്. നിൻ്റെ ഈ നിൽപ്പ് കാണുമ്പോൾ എനിക്ക്... രുദ്രൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ദക്ഷ പുറത്തേക്കിറങ്ങി ഓടിയിരുന്നു. വളരെ വളരെ ആഡംബരപൂർണമായ ഒരു വിവാഹമായിരുന്നു അന്നവിടെ നടന്നത്. നാട് മുഴുവനും ക്ഷണിച്ചു. ആളുകളൊക്കെയും തേവർമഠത്തിലുള്ളവരോട് പ്രത്യേക സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് വിളിച്ച കുടുംബങ്ങളിൽ നിന്നൊക്കെയും ഒരാളെങ്കിലും എത്തിയിരുന്നു. തറവാട്ടിലെ ഇളമുറക്കാരൻ രുദ്രനായതുകൊണ്ട് അവൻ തല ഉയർത്തിപ്പിടിച്ച് അങ്ങനെ വിലസുകയാണ്. പെൺകുട്ടികളൊക്കെ അവനെ ആരാധനയോടെ നോക്കുന്നത് രുദ്രൻ കാണുന്നുണ്ട്. ഒരു ചെറിയ പുഞ്ചിരിയോടെ അവൻ മുഖം ചെരിച്ചു നോക്കിയതും കൃത്യം ദക്ഷയുടെ മുൻപിലേക്ക്. അവൾ അവനെ ദേഷിച്ച് നോക്കിക്കൊണ്ട് മുഖം വീർപ്പിച്ചു. അസൂയക്കാരി! രുദ്രൻ പതിയെ വിളിച്ചതും ദക്ഷയുടെ നഖം അവൻ്റെ കൈത്തണ്ടയിൽ ചെറിയൊരു പോറൽ വീഴ്ത്തി. വേദന കൊണ്ട് രുദ്രൻ പുളഞ്ഞു പോയിരുന്നു. ഡി, ഇതിന് പകരം വീട്ടും, ഉറപ്പ്. അവൻ പെറുപെറുത്തു. അത് നിന്റെ കയ്യും കാലമൊന്നുമല്ല, അതുക്കും മേലെ. അവൻ പറഞ്ഞതും ദക്ഷയെ വിളറി വെളുത്ത് നിന്നുപോയി. ഏട്ടാ, ഞാൻ അറിയാതെ. സോറി. നോ നോ ദക്ഷ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇതിന് പകരം ഞാൻ തന്നിരിക്കും. അതെവിടെയാണെന്നുള്ളത് അന്നേരം നീ അറിഞ്ഞാൽ മതി. രുദ്ര! വല്ലിച്ചൻ്റെ ശബ്ദം കേട്ടതും രുദ്രൻ തിരിഞ്ഞു നോക്കി. മോനെ, കളരിക്കലെ പണിക്കരും കുടുംബവും നിന്നെ തിരക്കുന്നുണ്ട്. ഓ, ഞാൻ അവരുടെ അടുത്തേക്കൊന്ന് പോയി വരാം. അവരെവിടെ നിൽക്കുന്നത്? ദേ അവിടെ. വല്ലിച്ചൻ വിരൽ ചൂണ്ടിയിടത്തേക്ക് രുദ്രൻ നോക്കി. എന്നിട്ട് അവൻ അവിടേക്ക് നടന്നുപോയി. ദക്ഷയെ പലരും ഒന്ന് പരിചയപ്പെട്ടു. ലക്ഷ്മി വളരെ താല്പര്യത്തോടെയാണ് മരുമകളെയും ചേർത്ത് പിടിച്ച് നിൽക്കുന്നത്. കല്യാണപ്പെണ്ണിനേക്കാൾ സുന്ദരി ദക്ഷയായിരുന്നു. ബ്യൂട്ടി പാർലറിലും പോയില്ല, മേക്കപ്പും ചെയ്തില്ല. എന്നാൽ പോലും അവളുടെ എത്ര സൗന്ദര്യം അന്ന് അവിടെ കൂടി ആരിലും കണ്ടിരുന്നില്ല. മകളെ ഇത്രയ്ക്ക് സന്തോഷവതിയായി കണ്ടപ്പോൾ ഏറ്റവും ആഹ്ലാദിച്ചത് ലേഖയായിരുന്നു. ലേഖയും വിശ്വനാഥനും വിവാഹത്തിൽ പങ്കെടുക്കാനെത്തി. ലക്ഷ്മിയും പത്മാവതിയും ഒക്കെ ചേർന്ന് അവരെ സ്വീകരിച്ചത്.
എന്നാൽ രുദ്രൻ മാത്രം അവരുടെ അടുത്തേക്ക് പോയില്ല. ഇടയ്ക്ക് ലേഖയെ കണ്ടപ്പോൾ അവൻ ഒന്ന് രണ്ട് കുശലങ്ങളൊക്കെ ചോദിച്ചു. അവരോടവന് താല്പര്യക്കുറവൊന്നുമില്ല. എന്നാൽ വിശ്വനാഥന് രുദ്രനെ കണ്ണെടുത്താൽ കണ്ടൂടാ. അയാൾ രുദ്രനോട് മിണ്ടാൻ ശ്രമിച്ചെങ്കിലും അവൻ മുഖം തിരിച്ചു നടക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് പെണ്ണും ചെറുക്കനും മടങ്ങിപ്പോകേണ്ടത്. ആ സമയമായപ്പോൾ സുനന്ദയും ഷാജിയുമൊക്കെ സങ്കടത്തോടെ നിന്നു. അവരുടെ പാദം നമസ്കരിച്ച നേരത്ത് മകള് വിങ്ങിക്കരഞ്ഞു. രുദ്രനായിരുന്നു പെൺകുട്ടിയെ പിടിച്ച് കാറി കയറ്റിയത്. അവൾ അകന്നു പോയതും എല്ലാവരും ഭയങ്കര കരച്ചില്. ഒടുവിൽ രുദ്രൻ വന്നിട്ട് എല്ലാവരോടും ദേഷ്യപ്പെട്ടു. ഇത്രയും സങ്കടമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ അവളെ കെട്ടിച്ചു വിട്ടത്? ഇവിടെ നിർത്തിയാൽ പോരായിരുന്നോ? അവൻ ഉറക്കെ ചോദിച്ചു. നാളെ നീയും ഒരച്ഛനാവുമ്പോൾ മാത്രമേ ഈ വേർപിരിയലിൻ്റെ വേദന നിനക്ക് മനസ്സിലാവുള്ളൂ മോനെ. പത്മാവതിയമ്മ മിഴികൾ തുടച്ചുകൊണ്ട് രുദ്രനെ നോക്കി പറയുകയാണ്. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അവർക്ക് ഒരു ലൈഫ് പാർട്ട്ണർ വേണ്ടേ? അല്ലാണ്ട് എന്നും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിർത്തിയാൽ മതിയോ? ആ, ഇതൊക്കെ ശരിയാണ്. എന്നാലും ഈ പറച്ച നടിയിൽ അതിൻ്റെ വേദനയെന്ന് പറയുന്നത് ഇത്തിരി വലുതാണ്. പത്മാവതിയമ്മ പിന്നെയും പറഞ്ഞു. ദക്ഷ വന്നിട്ട് പത്മാവതിയമ്മയുടെ കയ്യിൽ പിടിച്ച് അവരെ കാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രുദ്രൻ്റെ വണ്ടിയിലാണ് അവർ കല്യാണ സ്ഥലത്തേക്ക് വന്നത്. ലക്ഷ്മിയാണെങ്കിൽ സുനന്ദയോട് കൂടെയാണ് കയറിയത്. തിരികെ 4 മണിക്ക് ശേഷം എല്ലാവരും തറവാട്ടിലെത്തി. ബന്ധുക്കൾ പോകാൻ പിന്നെയും വൈകി. സുനന്ദയുടെ വീട്ടുകാരെല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ രാത്രിയോളമായി. റൂമിലെത്തി വേഷമൊക്കെ മാറ്റിയ ശേഷം ദക്ഷ ഒന്ന് ഫ്രഷ് ആവാനായി പോയി. കുളിച്ചിറങ്ങി വന്നിട്ടവൾ നേരെ കിടക്കയിലേക്ക് വീണു. കുറച്ച് ദിവസങ്ങളായിട്ട് ഉറക്കമേയില്ല. രുദ്രൻ വരുന്നത് ലേറ്റായിട്ടാണ്. അവനെ കാത്തിരുന്ന് പെണ്ണിന് ക്ഷീണമാകും. എന്നാലും രുദ്രൻ വീട്ടിലെത്താതെ അവൾ കണ്ണടക്കില്ലായിരുന്നു. അതിൻ്റെയൊക്കെ ക്ഷീണം തീർത്തത് പെണ്ണിന്നായിരുന്നു. ഫുൾ മൂഡിൽ റൂമിലെത്തിയ രുദ്രൻ നോക്കിയപ്പോൾ ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന ദക്ഷയെയാണ് അവൻ കണ്ടത്. തുടരും.